എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി നമ്പർ 3 ടൈപ്പ് വരുന്ന ആളുകളുടെ കാര്യങ്ങളാണ്. അതായത് ഇവർക്കെന്ന് പറയുമ്പോൾ ആയുസ്സ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പറ്റുന്നതാണ്. പേഴ്സണാലിറ്റി നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ജനിച്ച വർഷവും അതേപോലെ തന്നെ ജനിച്ച വർഷത്തിലെ ഡിജിറ്റുകൾ, അതേപോലെ തന്നെ ജനിച്ച മാസത്തിൻ്റെ ഡിജിറ്റുകൾ, ഏത് തീയതിയാണോ ജനിച്ചത് അതിൻ്റെ ഡിജിറ്റുകൾ എല്ലാവരും കൂടി ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പറാണ് പേഴ്സണാലിറ്റി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സംഖ്യാശാസ്ത്ര പ്രകാരം ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഈ സംഖ്യാശാസ്ത്ര വിദഗ്ധർ നമ്മുടെ ജനന തീയതിയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ജനന തീയതി അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും സംഭവിക്കാൻ പോകുന്നതിനൊക്കെ കുറിച്ച് മുൻകൂട്ടി അറിയുന്നതിനായി പണ്ട് മുതൽ തന്നെ ഈ ന്യൂമറോളജി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പറയുന്ന 3 സംഖ്യകളിൽ ജനിച്ചവർക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ജീവിതത്തിൽ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതും ഇവർക്ക് സാധിക്കുന്നതാണ്. ഈ പ്രത്യേക കഴിവുള്ള ഈ 3 പേഴ്സണാലിറ്റി നമ്പേഴ്സ് വരുന്ന ഏതൊക്കെ നമ്പറുകളാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. നിങ്ങൾ ജനിച്ച വർഷവും വർഷത്തിൻ്റെ 4 ഡിജിറ്റും അതേപോലെ തന്നെ ജനിച്ച മാസത്തിൻ്റെ 2 ഡിജിറ്റും അതേപോലെ തന്നെ ജനന തീയതിയുടെ 2 ഡിജിറ്റും എല്ലാം കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ 2 ഡിജിറ്റ് വരെയാണെങ്കിൽ അതൊന്നും കൂടി ആഡ് ചെയ്തിട്ട് ഒറ്റ ഡിജിറ്റായിട്ട് വയ്ക്കുക. അപ്പോൾ അതിൽ വരുന്നതിൽ ഫസ്റ്റ് വരുന്നത് 3 ആ ഒരു പേഴ്സണാലിറ്റി നമ്പർ എങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3 വരുന്നവരെ കുറിച്ചിട്ടാണ് ഇവിടെ പറയണത്. നിങ്ങളുടെ ജന്മസംഖ്യ 3 ആണെങ്കിൽ അവർക്ക് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് വളരെയധികം സാധിക്കുന്നു എന്നതാണ്. കൂടാതെ സംഖ്യാശാസ്ത്രമനുസരിച്ച് ഇവരെ പ്രതിനിധീകരിക്കുന്നത് കേതുഗ്രഹമാണ്. ഇവർ പലപ്പോഴും ജീവിതത്തിൽ ആത്മീയമായും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ഇതുകൂടാതെ ഇവർക്ക് മനുഷ്യ മനസ്സ് വായിക്കാനുള്ളൊരു കഴിവുണ്ട് എന്നതാണ് ന്യൂമറോളജി പ്രകാരം പറയുന്നത്. ഇവർക്ക് ഭൂതകാലത്തിൽ പല വിധത്തിലുള്ള മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനെയെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല മനസ്സറിയുന്നതിനുള്ള കഴിവിലൂടെ ഇവർക്ക് ഭാവിയിലേക്ക് പുതിയ വെളിച്ചം വീശുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. ജീവിതം തന്നെ ഇവരുടെ ഈ ഒരു കഴിവിനാൽ തന്നെ മാറി മറിയുന്നു എന്നതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് പേഴ്സണാലിറ്റി നമ്പർ 3 വരുന്നതിനെക്കുറിച്ചുള്ളത്. ഇനി 9 വരുന്നവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജന്മസംഖ്യ 9 ആണെങ്കിൽ അവർക്ക് പലപ്പോഴും നിഗൂഢമായ സ്വഭാവമാണ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ആളുകൾ ഓർക്കുന്നത് നിഗൂഢതയെക്കുറിച്ചാണ്. എന്നാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും വായിക്കാനും അവർ പ്രാപ്തരാണ് എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇത്തരക്കാർ ഒരു വ്യക്തിയുടെ വാക്കുകളും ആംഗ്യങ്ങളും വരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും മറ്റുള്ളവരുടെ മനസ്സിലുള്ളതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പ്രാപ്തരാവുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഒരു 9 സംഖ്യാ നമ്പർ വരുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഗണത്തിൽ വരുന്ന സംഖ്യാ നമ്പർ 7 എന്ന നമ്പർ വരുന്നവരെ പറ്റി പറയാം. നിങ്ങളുടെ ജനനത്തീയതി എല്ലാം കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ 7 ആണെങ്കിൽ നിങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരായിരിക്കും. അതുമാത്രമല്ല അത് ഒരു തരത്തിലുള്ള ബന്ധനവും ഇവരെ ബാധിക്കുന്നതല്ല. കൂടാതെ അതിനുവേണ്ടി ഇവർ ശ്രമിക്കുന്നുമില്ല. ആളുകളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അതുവഴി ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നതിനും അവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നതിന് വേണ്ടി സാധിക്കുന്നു എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംഖ്യാ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.